വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമായ ഷഹറുൻ നൂറാണ്. ഷഹറുൻ നൂറിൽ ഇനി ഇന്നത്തെ അതിഥിയുടെ സമയമാണ്. ഇന്നത്തെ അതിഥി. പ്രിയമുള്ളവരെ, ഞാൻ മുഹസിൻ തളിക്കുളം, ഖത്തർ മാപ്പിള കലാ അക്കാദമി ചെയർമാൻ. റമദാൻ ഓർമ്മകളിൽ എൻ്റെ കുട്ടിക്കാലത്ത് തളിക്കുളം സ്നേഹതീരത്തിന്റെ അരികിൽ കടലിനോട് ചേർന്ന് നിന്നിരുന്ന ഓലമേഞ്ഞ ദിക്ർ പള്ളി എന്നു പേരുള്ള നമസ്കാര പള്ളി. പൂഴിമണ്ണിൽ നെയ്ത്തുപായ വിരിച്ചുള്ള ആ പള്ളി ആ പ്രദേശത്തുകാരുടെയും യാത്രക്കാരുടെയും ആത്മീയ വിശ്രമ കേന്ദ്രമായിരുന്നു. കൂട്ടുകാരൊന്നിച്ച് കടൽക്കാറ്റിന്റെ തഴുകലോടെ നിർവഹിച്ചിരുന്ന ആ തറാവി നമസ്കാരങ്ങൾ ഇന്നും ചെറുപ്പത്തിലെ മധുരമുള്ള ഓർമ്മകളിൽ ഒന്നാണ്. റമളാനിൽ സ്ഥിരമായി നടക്കുന്ന വയല് പരമ്പരകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കിസ്സപ്പാട്ടുകളും മദ്ഹ് പാരായണങ്ങളും മറ്റും പ്രിയ സുഹൃത്തായ മജീദിനോടൊപ്പം നാട്ടിക മണപ്പുറത്തെ വിവിധ വേദികളിൽ പാടി അവതരിപ്പിച്ച കാലമെല്ലാം ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ്. മദ്രസ പഠന കാലഘട്ടത്തിൽ തന്നെ പ്രിയ ഉസ്താദുമാരായ അലി അക്ബർ തങ്ങളും ഉമ്മർ ഉസ്താദുമെല്ലാം കിസ്സപ്പാട്ടും മദ്ഹ് ഗാനങ്ങളും ബൈത്തുകളും എല്ലാം ഞങ്ങളെ ആത്മാർത്ഥമായി പാടാൻ പരിശീലനം നൽകി പല വേദികളിൽ പാടി നടന്ന നീണ്ട ഒരു കാലത്തിനു ശേഷമാണ് 2000-ൽ ഖത്തറിലെ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. റയ്യാൻ ജദീദിലെ ഷാഫി മസ്ജിദിന്റെ അരികിലുണ്ടായിരുന്ന ദലാൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന എടപ്പാളുകാരൻ മൊയ്തുക്ക, ഇക്ബാൽക്ക, ഷെരീഫ്ക തുടങ്ങിയവർ പ്രവാസ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ കൊച്ചനജനെ പോലെ പരിഗണിച്ച സൗഹൃദങ്ങളായിരുന്നു. ഖത്തറിലെ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ കൂടപ്പിറപ്പുകളെ പോലെ ചേർത്തു നിർത്തിയവരായിരുന്നു. പ്രവാസം പഴയകാല ഘട്ടങ്ങളിൽ നിന്നും വളരെ മാറി നിലവിൽ ഒട്ടനവധി സാംസ്കാരിക വേദികളുടെ ഇഫ്താർ മീറ്റുകളിൽ സംവദിക്കാനാകുന്നതും വിവിധ ദേശക്കാരുമായി ഊഷ്മള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നതും വളരെ സന്തോഷകരമാണ്. ഖത്തറിൽ പ്രവാസ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിനിടയിൽ 9 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച ഖത്തർ മാപ്പിള കലാ അക്കാദമി എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാനും ഒട്ടനവധി കലാകാരന്മാരെ റേഡിയോ സുനയുടെ ഇശൽ ഖത്തർ പോലുള്ള പരിപാടികളിൽ പരിചയപ്പെടുത്താനും കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും നിങ്ങൾക്ക് മുൻപിൽ പങ്കുവയ്ക്കുകയാണ്. തുടർന്നും മുന്നോട്ടുള്ള മാപ്പിള കലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനവും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഏവർക്കും ഹൃദ്യമായ റമദാൻ ആശംസകൾ നേരുന്നു. കടലോളം സങ്കടമുണ്ടൻ കൽവിലിതെന്നാലും റബ്ബേ അണുവോളം നിരാശനല്ല നിന്നുടെ റഹ്മത്തിൽ. കടലാകെ മഷിയാക്കി ഞാൻ പേന നിറച്ചാലും റബ്ബേ നിന്നോടുള്ള അനുരാഗം ഞാൻ എഴുതിത്തീരില്ല. കടലോളം സങ്കടമുണ്ടൻ കൽവിലിതെന്നാലും റബ്ബേ അണുവോളം നിരാശനല്ല നിന്നുടെ റഹ്മത്തിൽ. കടലാകെ മഷിയാക്കി ഞാൻ പേന നിറച്ചാലും റബ്ബേ നിന്നോടുള്ള അനുരാഗം ഞാൻ എഴുതിത്തീരില്ല.